ഈ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയില് പരാജയപ്പെട്ട ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എടുത്തത് വിജയിപ്പിക്കുക. അതിന് ഏകദേശം ആ രണ്ടാം ഭാഗത്തിനേക്കാൾ ഒരു എത്രയോ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നടന്നപ്പോ എല്ലാരും ഇങ്ങനെ പരാജയപ്പെട്ട സിനിമയുടെ രണ്ടാം ഭാഗം എടുക്കുന്നു, എന്താണ് നിങ്ങൾക്ക് വട്ടാണോ, ഇത് ആദ്യമായിട്ടായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അനൗൺസ് ചെയ്യുമ്പോൾ ലോക സിനിമാ ചരിത്രത്തില് രണ്ടാമതായി ഒരു സിനിമയ്ക്ക് ഫ്ലോപ്പ് സിനിമയ്ക്ക് രണ്ടാം ഭാഗം എടുക്കുന്ന സിനിമ എന്ന് അനൗൺസ് ചെയ്യാം. അപ്പൊ ആളുകൾ ചോദിച്ചത് എന്താ രണ്ടാമതായി, ആദ്യം ഏതാ? എനിക്ക് പറഞ്ഞുകൂടാ, പക്ഷെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് കുറെ കാര്യങ്ങളുമായിട്ട് വരുമല്ലോ, അന്ന് ഇനി ഒരു ഉത്തരം പറഞ്ഞത് മാറ്റി പറയണല്ലോ ഞാൻ പറഞ്ഞു നമുക്ക് അനൗൺസ് ചെയ്യുമ്പോ ഇത് രണ്ടാമതായി എന്ന് പറയാം. കാരണം സ്വാഭാവികമാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ സോഷ്യൽ മീഡിയ കൗണ്ടർ ചെയ്യുമല്ലോ. അതിന് രണ്ടാമതായി എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആദ്യമായി എന്ന് പറയുമ്പോ നമുക്കത് കൗണ്ടർ ചെയ്യാം, ആദ്യത്തിലേക്ക് കൊണ്ടുവരാം. വിനായകൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു താരമാണല്ലോ. ഇദ്ദേഹത്തെ താരമായിട്ടും നടനായിട്ടും പ്രൊഡ്യൂസേഴ്സിനും സിനിമാ പ്രവർത്തകർക്കും വലിയ ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന് പെരുമാറാൻ അറിയില്ല എന്നുള്ളത്. ഇത് എളുപ്പമാണ് അദ്ദേഹത്തെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരാനും ട്രീറ്റ് ചെയ്യാനും. എങ്ങനെയാണ് അദ്ദേഹത്തെ മാനേജ് ചെയ്യുന്നത്? ഒരു നല്ല കലാകാരനാണ്. അമേസിംഗ് ആക്ടർ. ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നത് വേ ഓഫ് ലിവിങ്. ഞാൻ അതിലേക്ക് ഞാൻ പറയുന്ന ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളി സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് സെറ്റ് ചെയ്യും. ഇതുവരെ വിനായകനെ കുറിച്ച് ആരും കേൾക്കാത്ത ഒരു പരാതി തന്നെ, പുള്ളി എന്ത് പ്രശ്നമുണ്ടെങ്കിലും 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് സെറ്റ് ചെയ്യും. ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞാൽ പുള്ളി വേറൊരു മനുഷ്യനാണ്. പുള്ളി തരുന്ന പെർഫോമൻസ് അത് മാച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പുള്ളിക്ക് അൺമാച്ചബിൾ ആണ്. അത്ര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് വിനായകൻ. ഓഫ് ദ സെറ്റ് ദാറ്റ് ഇസ് ഹിസ് ലൈഫ്. അത് നമ്മൾ ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിനായകനുമായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് നോർമൽ ഡേറ്റ് വൈസ് ഇഷ്യൂസ് ക്ലാഷ് അത് എല്ലാ ആക്ടേഴ്സുമായിട്ടും വരും. നമ്മൾ ചിലപ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പൊ വിനായകനുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ആകുമ്പോൾ മാത്രം അതിനെ ഇച്ചിരി വലുതായിട്ട് കാണിക്കുന്നു എന്നല്ല, അത് അദ്ദേഹത്തിന്റെ ഇത് വെച്ചാൽ. പക്ഷെ അത് എല്ലാ ആക്ടേഴ്സുമായിട്ടും ഉണ്ടാവും. ജയസൂര്യയായിട്ടും ക്രിയേറ്റീവ് ഡിഫറൻസ് വരാറുണ്ട്. ധർമ്മജനുമായിട്ടും ചില കോമഡി നമ്മൾ ഇപ്പം വേണ്ടാന്ന് പറയുമ്പോൾ ധർമ്മജന് വിഷമം വരും, ഇതെന്താ എടുത്താല് അതെന്താ എടുത്താല് ഇതെല്ലാം എടുത്ത്. അപ്പൊ അതേ ക്രിയേറ്റീവ് ഡിഫറൻസുകൾ എല്ലാ സിനിമയിലും വരുന്ന പോലുള്ള ക്രിയേറ്റീവ് ഡിഫറൻസ് നമുക്ക് വിനായകനുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ചില കാര്യങ്ങൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ പുള്ളി പിണങ്ങി പോയി കാരോണി ഇരിക്കും, ചിലപ്പോൾ ഇറങ്ങി പോകും. ആദ്യം പുള്ളി വോൺ ചെയ്യും, ഇതിനി ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് വോൺ ചെയ്യും, ചിലപ്പോൾ ഇറങ്ങി പോകും. പിന്നെ അടുത്ത ദിവസം പുള്ളി അനുനയിപ്പിക്കാനൊക്കെ എളുപ്പമാണ്, അനുനയിപ്പിക്കാൻ പാടാ. പക്ഷെ പുള്ളി സ്വയമായിട്ട് അങ്ങ് അനുനയിച്ചോളും. പുള്ളി ഒരു ഹ്യൂമൻ ആണ്. അതായത് പുള്ളി കുറച്ചു നേരം ഒന്ന് ചിന്തിക്കുമ്പോ പുള്ളിക്ക് വിഷമം വരും. അതായത് അവര് എന്നെ കാത്തിരിക്കുകയല്ലേ, അതായത് ഇത്ര ആൾക്കാരല്ലേ, അപ്പൊ തന്നെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഞാൻ രാവിലെ 8 മണിക്ക് വരുമെന്ന് പറഞ്ഞുതരാം എന്ന് പറയും. നമുക്കറിയാം ആ കോള് വരുമെന്ന്. അപ്പൊ പുള്ളിക്ക് അങ്ങനെ ചില ആദ്യം പെട്ടെന്ന് ദേഷ്യം വരുമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ പിന്നെ പോയി ഇരുന്നിട്ട് പുള്ളി തന്നെ സ്വയം അങ്ങ് അനുനയിച്ചോളൂ. നമ്മൾ അനുനയിപ്പിക്കാൻ നോക്കാൻ പോയാലാ പുള്ളി സ്വയം അനുനയിച്ചോളൂ. പുള്ളിക്ക് അങ്ങനെ ഒരു ഹ്യൂമൻ നേച്ചർ പുള്ളിയുടെ ഉള്ളിലുണ്ട്. അത് പുള്ളി അത് സോർട്ട് ചെയ്തെങ്കിൽ വന്നോളൂ. നമുക്ക് ഉൾപ്പെടെ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടാണ്. അതെ, അത് ഇതുകൊണ്ടായിരിക്കും. പുള്ളി ഒരു ഉള്ളിന്റെ ഉള്ളിലൊരു പാവം മനുഷ്യനാണ്. ഉള്ളിന്റെ ഉള്ളിലൊരു പാവം മനുഷ്യനാണ്. അപ്പൊ അത് പുള്ളിക്ക് ഇച്ചിരി സമാനമായിട്ട് പുള്ളി തന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പുള്ളി തന്നെ അങ്ങ് സ്വയം മാറിക്കുള്ളൂ. എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് പറയും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ എന്നെ അടുത്ത് വിളിച്ചിട്ട് നമ്മളത് കേൾക്കും. ഉപദേശിക്കാറുണ്ടോ എന്നെയോ? അല്ല, അങ്ങോട്ട് ഒരു സുഹൃത്ത് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വലിയ അതിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ്. ഐ മീൻ അസാമാന്യമായ നോളജ് ഉള്ള ആളാണ്. അതെ അതെ അതെ. ഐ മീൻ പുള്ളി ഏത് ടോപ്പിക് കൊടുത്താലും അതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരാളെ നമ്മളെന്ത് ഉപദേശിക്കാനാ? ജയസൂര്യയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഏകദേശം 3 വർഷമായി ഒരു മലയാളം സിനിമ ചെയ്തിട്ട്. ഒരു സിനിമ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 2 വ്യത്യസ്തമായ 2 ജോണറിലുള്ള 2 നല്ല സിനിമകളല്ലേ വരുന്നത്. അപ്പൊ അതിന് ഞാൻ ആദ്യം വിചാരിച്ചത്, ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ജയൻ എന്തിനാണ് ഇത്രയും, നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പൊ 6 പടങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർഷം കത്തനാറിന്റെ സ്ക്രിപ്റ്റ് ആദ്യം കേട്ടത് ഞാനാണ്, അത് അനൗൺസ് ചെയ്തത് ഞാനാണ്. അപ്പൊ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എനിക്ക് അറിയാം. ആ സമയത്ത് നമ്മൾ 3 പ്രോജക്ട്സ് ആണ് പ്ലാൻ ചെയ്തത്. ഒന്ന് ആട്3, 2 സത്യന്റെ ബയോപിക് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ കൂടെ കത്തനാർ. അപ്പം ആ സമയത്ത് ഈ 3 എണ്ണം
വലുതെന്ന് പറയുമ്പോൾ അത് ബാക്ക് ടു ബാക്ക് yes. 2 വർഷത്തോളം വേണ്ട പരിപാടികളാണ്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ഡിയർ ഇത് 3 നമുക്ക് ചെയ്യാൻ പറ്റുമോ അതോ നമുക്ക് വേറെണ്ണം മാറ്റി ചിന്തിക്കണോ? നമ്മുടെ മാറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആടായിരിക്കില്ല എന്തായാലും, കാരണം ആട് എന്റെ ഫ്രാഞ്ചൈസി. പിന്നെ സത്യന്റെ ബയോപിക്ക് ഞാൻ പൈസ കൊടുത്ത് റൈറ്റ്സ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, ഫാമിലിയുടെ കയ്യിൽ നിന്ന് അതിന്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. കത്തനാർ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ലോൺ പ്രോജക്റ്റ്. അപ്പം ആലോചിക്കുമ്പം കത്തനാർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിനിമയല്ല, അത്രമാത്രം അതിനകത്ത് പരിപാടികളുള്ള ഒരു സിനിമയാണ്. അപ്പം റോജനാണ്, അതിപ്പോ റോജനും വെയിറ്റ് ചെയ്യുന്നു, നമ്മുടെ ബോയ് തന്നെയാണ്. അപ്പൊ ആ ടീം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ടീമാണ്. അപ്പം പിന്നെ ഈ മെന്റലി എനിക്ക് കത്തനാരിലേക്ക് എത്താൻ ടൈം എടുത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ ഇരുന്നിട്ട് കത്തനാര് ചെയ്തിട്ടുണ്ട്. ഇത് അതൊന്നും അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ മെന്റലി ഒരു ബ്ലോക്ക്, ഒരു ഹുക്കുണ്ട്, അതിൽ നിന്ന് മാറിയിട്ടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ എന്നോട് വെച്ചത് ഇതിലേക്ക് ഇങ്ങനെ ഗോകുലത്തിന് താല്പര്യമുണ്ട്, അവര് ചെയ്തോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2019 ആടിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വൈ നോട്ട്, ലെറ്റ് ദം ഡു ഇറ്റ് എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി കൊടുത്തൊരു കാര്യമാണ്. അവരത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ അകത്ത് ഒരുപാട് ക്യാമിയോകൾ, ഒരുപാട് സർപ്രൈസുകളൊക്കെ പറ്റുന്നു. സോഷ്യൽ മീഡിയയിൽ സർപ്രൈസ് ചെയ്തിരുന്നു. അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് ക്ലാരിറ്റികൾ വരുത്താന്ന് വിചാരിച്ചിരുന്നു. ശ്രീ മമ്മൂട്ടി ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ ക്യാമിയോ എത്തുന്നു, വ്യാപക പ്രചാരണങ്ങൾ കേട്ടിരുന്നു. അത് ഞാനും കേട്ടിരുന്നു. അതില് നമുക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റില് ഒരു ക്യാരക്ടർ, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് പല ചർച്ചകൾ നടന്നു. പക്ഷെ പിന്നെ നമ്മൾ അത് ലാസ്റ്റിലേക്കാണ് ഷൂട്ട് ചെയ്യാൻ വെച്ചത്. ലാസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യാൻ വെച്ച് പിന്നെ നമുക്ക് തോന്നിയത് അതിനകത്ത് സ്ക്രീൻ സ്പേസ് അത്ര ഇല്ല. അപ്പൊ അതൊരു ക്രിയേറ്റീവായിട്ട് വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാലോ എന്നിങ്ങനെ സ്പേസ് വളരെ ദോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോ അതിന്റെ സ്പേസ് അത്രേ വരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത് ആടെന്ന് പറയുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിനെ ഇതിൽ വരുമ്പോ ആ ആടെന്ന് പറയുന്ന കോൺസെപ്റ്റും മമ്മൂക്കും കൂടെ എങ്ങനെ മാച്ച് ആയി പോവാ. പിന്നെ അദ്ദേഹത്തോട് പോയി പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ലോജിക്ക് വേണം. നമ്മൾ അതിന് എന്തുകൊണ്ട് മമ്മൂക്ക എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അത് കൺവിൻസിങ് ആയിരിക്കണം. അപ്പം ഞങ്ങള് പിന്നെ ആ സമയത്താണ് മമ്മൂക്ക ട്രീറ്റ്മെന്റിന് പോവുകയും വല്ലതും ഇതായിട്ട് പോയിട്ട് പേട്രിയോട്ട് കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തി. പിന്നെ വേറെ പല നെയിംസും ഡിസ്കസ് ചെയ്യപ്പെട്ടു. പിന്നെയാണ് നമ്മളത് ആലോചിച്ചത് ആടെന്ന് പറയുന്ന ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇതായിരിക്കില്ല. അതുകൊണ്ട് ഒരു ക്രിയേറ്റീവ് കോൾ അതിനകത്ത് എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് ക്രിയേറ്റീവ് കോൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഗോണ ബി എ മേജർ സർപ്രൈസ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സിനിമയുടെ പിന്നെ ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയാനായിട്ട് ഒരു ഹോളിവുഡിൽ നിന്നും ഒരു ആലിയ ബോണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ ആക്ട്രസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മലയാളത്തിലേക്ക്. അവരവിടെ സ്റ്റൺ സ്പെഷ്യലിസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകളിൽ ഭാഗമായിട്ടുണ്ടെങ്കിലും അവർ ഇന്ത്യയിൽ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. മലയാളം എന്ന് പറയുന്നത് അവർക്ക് ബേസിക്കലി ഒരു ഏലിയൻ ലാംഗ്വേജ്. ഞാൻ ഷോക്കറായിരുന്നു. കാരണം ഇവിടെ ഇത്രയും ഇൻഡസ്ട്രി ഉണ്ടെന്നും ഇവിടെ ഇത്രയും ഭാഷയുണ്ടെന്നും ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇവിടുന്നും കുറച്ച് സിനിമകൾ വരുന്നുണ്ടെന്നൊക്കെ അവരെ അറിയുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷം. നമ്മൾ എല്ലാം ഓൺലൈനിലായിരുന്നു അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മൾ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു. അവരുടെ മലയാളം ഒക്കെ നമ്മൾ തൽക്കാല ലിപ്പൊക്കെ പഠിപ്പിച്ചെങ്കിലും അത്രയൊന്നും ആവശ്യമില്ല. നമ്മൾ പണ്ടൊക്കെ മലയാള സിനിമയിൽ ചെറിയ ഇൻഡസ്ട്രി ആണല്ലോ. അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ ഇന്ത്യയിൽ ഉള്ള തന്നെ ആക്ടേഴ്സിനെ ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ അഭിനയിപ്പിക്കും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. അവർക്കൊക്കെ ഈ മിക്കവാറും ഉള്ള ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ഫോറിനേഴ്സിനൊക്കെ ഒരു വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ്. അവർക്ക് ഇന്ത്യൻ ആധാർ കാർഡ് ഉണ്ട്, ഇന്ത്യൻ പാൻ കാർഡ്, ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് വരെയൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആ പേപ്പർ വർക്ക് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവരെ അഭിനയിക്കും. പക്ഷെ ഇവര് അവിടെ നിന്ന് വരുന്നവരാണ്, ഇവർക്ക് ഇവിടെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മലയാള സിനിമ എന്ന് പറയുന്ന ഞാൻ പറയുന്ന ഒരു കൊച്ചു ഇൻഡസ്ട്രി ആണ്. നമ്മൾ സാധാരണ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിട്ട് അങ്ങ് വിടും. അവിടെയാണ് നമ്മൾ ഇതിലെ ഒരു ഇമിഗ്രേഷന്റെ ഇതറിയുന്നത്. ഇവരെ അത് ഇല്ലീഗലാണ്, ലേറ്റ് ആയി പോയി. അപ്പൊ ഇവര് വന്ന് എല്ലാം കഴിഞ്ഞ് കോസ്റ്റ്യൂം ട്രയലും എല്ലാം കഴിഞ്ഞ് ആടിന്റെ ഷൂട്ടും തുടങ്ങി. ഇനി ഇവരെ നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല.
ഇവരെ തന്നെ വേറൊരാളെ നമുക്ക് അവർ ടൂറിസ്റ്റ് വിസയിൽ വരുന്നു, ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നു, ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം ട്രയൽ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരിക, ഷൂട്ടിംഗ് ആയി. ഇതെങ്ങനെയാണ് നമ്മൾ ഇവരെ ഇനി കൊണ്ടുവരിക? കാരണം കാനഡ ഇന്ത്യ ആയിട്ട് എന്തോ ഇഷ്യൂ വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാനും പറ്റണില്ല. അങ്ങനെ ഇവര് മീൻ ബേസിക്കലി അവർ ഇന്ത്യയിൽ വന്നിട്ടില്ല, അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ വിസ അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ കാരണങ്ങൾ കൊണ്ട് ബിസിനസ് വിസ, അതായത് വർക്ക് വിസ റിജക്റ്റ് ആകുന്നു. ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാൻ വയ്യ. അവസാനം നമ്മൾ സുരേഷ് ഗോപി സാറിനെ വിളിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ജെന്യുവിനാന്ന് പറഞ്ഞു. ഈ ത്രൂ പ്രോപ്പർ ചാനൽ അദ്ദേഹം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നു. ഒരു ഐ മീൻ സച്ച് എ ജെന്യുവിൻ പേഴ്സൺ ഈസ് എന്നുള്ളതിന്റെ എക്സാമ്പിളാണ്. അതായത് ഒരു കാര്യം ജെന്യുവിൻ ആണെന്ന് അറിയുമ്പോൾ പുള്ളി ഇടപെടുന്നു, ഒഫീഷ്യലായിട്ട് തന്നെ ഇടപെടുന്നു, എന്തുകൊണ്ട് എന്ന് കാര്യം അന്വേഷിക്കുന്നു. ചെറിയൊരു കാര്യ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് അവർ വന്നു, പ്രോപ്പർ ചാനലിൽ വന്നു, അവർ അഭിനയിച്ചു, അവർ പോയി.